ഇസ്രായേൽ മക്കള് 430 വർഷം അടിമകളായി മിസ്രൈമിലുണ്ട്. അതിലേതാണ്ട് 215 വർഷം പീഡ. ഒടുവിൽ മോശ മുഖാന്തരം ദൈവം ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇവര് കുഞ്ഞാട് നേരത്ത് ചോരത്തല ആചരിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിച്ചു. പൗലോസ് പറഞ്ഞല്ലോ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. കുഞ്ഞാട് നേരത്ത് ചോരത്തല ആചരിച്ചവര് ചെങ്കടൽ കടന്നു. അത് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ചിലക്ക് ഇപ്പോഴും ഡൗട്ടായി എങ്ങനെ സ്നാനപ്പെടണം. വെള്ളത്തിൽ മുങ്ങിയ സ്നാനം അല്ല, എന്നെ അവിടെ ഇട്ട് ഇങ്ങനെ മെഴുക്കി അടിക്കുന്ന ഒന്നും അല്ല സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. സ്നാനപ്പെടേണ്ട പുള്ളിയും സ്നാനപ്പെടുത്തേണ്ട പുള്ളി വെള്ളത്തിൽ. ഡൗട്ട് അടിക്കാതിരിക്കാൻ യേശു കാണിച്ചു തന്നേച്ചാ പോയത്. പിന്നെ നിനക്ക് സംശയമാണ്. യേശു അന്ന് നടന്നാ വന്ന്, അല്ലാതെ എടുത്തോണ്ടല്ല. ഉറങ്ങരുത്, സ്നാനപ്പെടുത്താം, ബാബോ. നടന്നാ വന്ന്, നടന്നു വന്ന് വെള്ളത്തിൽ ഇറങ്ങി മാതൃക കാണിച്ചു വെച്ചാ പോയി. അതെ, അങ്ങനെ സ്നാനപ്പെട്ട് മറുകര കയറി. ഈ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു. പുറപ്പാട് 14 പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ ദൈവം നീക്കി ഇവര് സ്നാനപ്പെട്ട് മറുകര കയറി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 19 വരെ മോശയും ഇസ്രായേൽ മക്കൾ പുരുഷന്മാരെല്ലാം കൂടെ ചേർന്ന് പാടി. 20-ാമത്തെ വാക്യത്തിൽ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. 20-21 സഹോദരിമാര് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ 22 ഇവര് ശൂർ മരുഭൂമിയിൽ വന്നതായിട്ടാണ് നമ്മൾ പുറപ്പാട് 15-22 വായിക്കുന്നത്. അപ്പോൾ 15-ാം അധ്യായത്തിൽ ആരാധനയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്ക് പറഞ്ഞാൽ, മിസ്രൈമിൽ 430 വർഷം കിടന്നിട്ട് ആരാധിച്ചെന്ന് വാക്യമില്ല. കഴിച്ചെന്നും കുഴച്ചെന്നും വാക്യമുണ്ട്. മണ്ണ് കുഴച്ച്, അപ്പൊ കുഴച്ചെന്നും ഉണ്ട് വാക്യം, കഴിച്ചെന്നുമുണ്ട്. ആരാധിച്ചെന്ന് വാക്യമില്ല. പിന്നെ ആരാധിച്ചപ്പോഴാ ചെങ്കടൽ കിടന്ന് അക്കരെ കയറിയപ്പോഴാ. അങ്ങനെയെങ്കിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവപ്രസാദം ഉളവാകും. പ്രൈസ് ദി ലോർഡ്. ഇത് പെന്തിക്കോസ്തുകാര് കണ്ടുപിടിച്ച സൂത്രവാക്യമൊന്നുമല്ല, ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ഞാനാണ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമായി പുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അല്ലാതെ പെന്തിക്കോസ്തുകാരൊന്നും പഠിപ്പിച്ചതല്ല. അങ്ങനെ ധരിക്കരുത്. പെന്തിക്കോസ്തുകാരെല്ലാം കൂടെ പഠിപ്പിച്ച് പുള്ളിനെ ഇറക്കി കളത്തിലേക്ക് വിട്ടേക്കുന്ന അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ ഒരു ക്രൈസ്തവ പാരമ്പര്യം പോലും എനിക്കില്ല. സ്തോത്രം. സാക്ഷ്യമൊന്നും പറയുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാണ്. അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ് പ്രസാദവും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പെന്തിക്കോസ്തുകാരുടെ മുറ്റത്തൊരു യോഗം, സുഖമില്ലാത്ത സമയമാണ്. അങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അതിനുശേഷമായിട്ടാണ് ഈ ബൈബിള് കയ്യിലെടുത്ത് വായിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി, ഇതാ ശരിയായ സ്നാനമാണ്. അതായി പറയുന്നത്. അല്ലാതെ ആരുടെ മക്കാലത്ത് പിടിച്ച് പറയുകയല്ല. സ്തോത്രം. ദൈവത്തെ ആരാധിക്കണം. അതെ, മുമ്പോട്ട് പോകാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, നിങ്ങൾക്കറിയാം, ഈ യൂദായുടെ ലേഖനത്തിന്റെ പ്രത്യേകത പലതുണ്ട്. 1-2 കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അത് ക്രമീകരിച്ചു വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു കാരണം, ഈ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. നിത്യത. മറ്റ് 20 ലേഖനത്തിൽ നിത്യത എന്ന പദം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. സഹോദരി വായിച്ചാട്ടെ, 24-25 വാക്യം, യൂദായുടെ ലേഖനം. മൈക്ക് കൂടെ.
വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് ആ തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ആ ഇപ്പോഴും ആ പദം കണ്ടോ, സർവകാലത്തിനും മുമ്പും. ആ ഇപ്പോഴും അടുത്ത പദം സദാകാലത്തോളം സദാകാലത്തോളം. രണ്ട് പദമാണ് കൊടുത്തിരിക്കുന്നത്, സർവകാലത്തിനും മുമ്പും സദാകാലത്തോളം. വേദപണ്ഡിതാക്കൾ ഈ വാക്യം, ഈ പദം അർത്ഥമാക്കി തരുന്നത്, ഇതിന്റെ ശരിയായ അർത്ഥം പഠിച്ചാൽ നിത്യത എന്ന പദമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സർവകാലത്തിനും മുമ്പും സദാകാലത്തോളം. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 21, 22 അധ്യായം നല്ല നിലയിൽ ധ്യാനിച്ച് പഠിച്ചാൽ ആ നിത്യതയെപ്പറ്റി പൂർണ്ണമായ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞേച്ച് എൻ്റെ ഭാഷയെ പറഞ്ഞ നിത്യതയിലോട്ട് കയറാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സ്തോത്രം. ഇപ്പോൾ ആരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. പിന്നെ പാപ്പച്ചനും വേവിച്ചനും തങ്കമ്മ കൊച്ചമ്മ എല്ലാം മരിക്കുമ്പോൾ നമ്മൾ പിന്നെ നോട്ടീസ് അല്ലല്ലോ അതിന് പറയുന്നത് തന്നെ. പോസ്റ്ററും ഫ്ലക്സും ഒക്കെ അടിക്കാൻ പറയുന്നത് പാപ്പച്ചൻ നിത്യത. സ്വഭാവം വെച്ച് നോക്കിയാൽ പോകാൻ ഒരു ചാൻസും ഇല്ല. പാപ്പച്ചൻ്റെ വീട്ടുകാർക്ക് ഇച്ചിരി കാശുള്ളത് കൊണ്ട് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഇപ്പോഴാരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉപദേശം അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിത്യത എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിർണയിക്കാനും ഒക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. എന്തായാലും കൊള്ളാം, നാം നിത്യതയിൽ പ്രവേശിക്കും. ഒരു പഴയ പാട്ടിന്റെ വരിയുണ്ട്, നിത്യകാലം മുഴുവൻ സത്യമണ്ണവ ഓ ക്രിസ്തുവേശുവോടു കൂടെ വന്നിടും ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ കോടി കൂകും നേരത്തോ കൂച്ചസിൽ വരുമോ കോടി കൂകും നേരത്തോ കൂച്ചസിൽ വരുമോ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവമക്കൾ നിത്യതയിൽ പ്രവേശിക്കും. അത് ഓടിച്ചു പോകാം. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ പറഞ്ഞിട്ടുള്ള നിത്യത എന്തുവാന്ന് വെളിപ്പാട് പുസ്തകത്തില്ല. അങ്ങോട്ട് കയറുക. ഇനി നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, യൂദയുടെ ലേഖനത്തിൽ ആകെ 25 വാക്യമേ ഉള്ളൂ. ഒത്തിരി വാക്യം, ഒറ്റ അധ്യായമായി 25 വാക്യം. 20 ഞാൻ എപ്പോഴും പറയും 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയവും ഈ ലേഖനത്തിലുണ്ട്. മുഴുവൻ കാര്യമുണ്ട്. മുഴുവൻ കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത്. ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിക്കണം. 6-ാം വാക്യം, ദൂതലോകത്തെ വിഷയം. നമ്മുടെ കട്ടപ്പനക്കാരനാണോ അവിടെ കാരനവിടെ എന്ന് വർത്താനം പറയുന്നത്? കുന്തളംപാറയാണോ? അധികം വർത്താനം പറയരുതേ, ശ്രദ്ധിച്ചോണം. ഇവിടെ ഒന്ന് പിടികിട്ടി. എനിക്ക് ഗുണമുള്ള കാര്യം ആ പറയുന്നറിയാം. എന്നാലും ഇങ്ങോട്ട് നോക്കി ഇത് 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ
മഹാദിവസത്തിന്റെ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മതി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ ആ യൂദ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ലേഖനമല്ല, ദൂതലോകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം യൂദ തുടങ്ങി. ഇത്ര ഈടുറ്റ ലേഖനമാണ്. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പാണല്ലോ ദൂതന്മാരുടെ വീഴ്ച. യെശയ്യാ 14 യെഹെസ്കേൽ 28 ഇരമ്യാവ് 4 ഒക്കെ ചേർത്ത് പഠിച്ച 31 കൂടെ ചേർത്താൽ യൂദയുടെ ലേഖനവും പത്രോസിന്റെ ലേഖനവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ ആ സംഭവം ദൈവദാസന്മാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൊടുന്നില്ല. തന്നെയല്ല, അവരിപ്പോ തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നു, അവിടെയൊക്കെ കയറി കൈവെക്കാറായി വന്ന്. ഞാൻ വെക്കുകയല്ല, കൈവെക്കുന്നതല്ല, ഞാൻ അങ്ങ് ഓടിപ്പോവുക. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ ഈ ലേഖനത്തിൽ തുടങ്ങി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം. നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ഒന്നുകൂടെ വായിച്ചോ. അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത്. അപ്പോൾ 6-ാം വാക്യത്തിൽ ദൂതകാലത്തെ കാര്യം, 18-ാം വാക്യത്തിൽ അന്ത്യകാല കാര്യം. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ലേഖനത്തിൽ കൊടുത്തു. എനിക്ക് ഈ ഭാഗമെല്ലാം വേറെ വാക്യവും കൂടെ ചേർത്ത് കോർത്ത് ചില പാട്ടുണ്ട്, പഴയ പാട്ട്, അതുകൂടെ ഇണക്കിയാ വരേണ്ടത്. ഇന്നതിന് മുതിരുന്നില്ല, കാരണം സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. സ്തോത്രം. എനിക്ക് സംസാരിക്കണമെങ്കിൽ കുറഞ്ഞത് ഇങ്ങനെയുള്ള രംഗങ്ങൾ 2 മണിക്കൂർ കിട്ട് കാണാൻ നല്ലതാണ്. അത് പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടോ ഡീപ്പായിട്ട് പോകുന്നുണ്ടില്ല, നമ്മൾ ഈ പാട്ടുകൂടെ പാടുന്നത് കൊണ്ടാണ്. പാട്ടില്ലെങ്കിൽ ഒരു 40 മിനിറ്റുള്ള സാധന കയ്യിൽ ഉള്ളു. പിന്നെ പാട്ടുകൂടെ ഇടുന്നത് കൊണ്ടാണ് ഇത്. അത് അങ്ങനെ അതിന്റെ പരിപാടി. അപ്പൊ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾ ഭാരപ്പെടണ്ട, നമുക്ക് കൃത്യസമയത്ത് നിർത്താം. നോക്കട്ടെ. അപ്പൊ എന്തായാലും ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തു. ഇത് ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക, സൂക്ഷിച്ചോണം. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്തുവാ? ഗ്രേസ് മിഷൻ ഓഫ് ഇന്ത്യ അല്ലേ? സൂക്ഷിച്ചോണം. ഇതിന്റെ പ്രസിഡന്റ് ആരാ? സൂക്ഷിച്ചോണം. സെക്രട്ടറി ആരാ? സൂക്ഷിച്ചോണം. കമ്മിറ്റിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചോണം. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. പരസ്യയോഗം നടത്തുമ്പോൾ സൂക്ഷിച്ചോണം. ചിലപ്പോൾ അടി വരാൻ സാധ്യത. കണ്ണുമടച്ചെന്ന് തന്നെ അങ്ങ് പറയരുത്, ഒന്ന് നോക്കിയോണം. സൂക്ഷിച്ചോണം, സൂക്ഷിച്ചോണം. മൈക്ക് കൈ കിട്ടിയ പോതക്കേട് വിളിച്ച് പറയരുത്, സൂക്ഷിച്ചോണം. പോതക്കേട് പറഞ്ഞവരുടെ മൈക്ക് അറവ കൊടുത്താൽ നിങ്ങളെല്ലാം മണ്ടിക്ക് പൊക്കോണം. പുള്ളി അവിടെ നിന്ന് പറഞ്ഞേച്ച് കിട്ടുന്ന മേടിച്ചോണ്ട് സൂക്ഷിച്ചോണം. എല്ലാവരും സൂക്ഷിച്ചോണം, സൂക്ഷിക്കണം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചു നോക്കുക എന്ന് തോന്നല്ലോ. സൂക്ഷിച്ചോണം, സൂക്ഷിച്ചോണം. അതാണ് 4 ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, സൂക്ഷിക്കണം. നിങ്ങൾ 1-ാം വാക്യം വായിച്ചാട്ട് ദൈവദാസി. യാക്കോബിന്റെ സഹോദരനായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട അവിടെ സൂക്ഷിച്ചു, സൂക്ഷിച്ചു, അവിടെ സൂക്ഷിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചു. 6-ാമത്തെ വാക്യത്തിൽ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചു. 21-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അവനവനെ സൂക്ഷിച്ചോണം. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിന്നാൽ
വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നു, ദൂതന്മാരെ, പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ തങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അങ്ങനെ സൂക്ഷിച്ച് 24-ാം വാക്യം, നിങ്ങളെ സൂക്ഷിച്ച്. ഇങ്ങനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ വീടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും ുന്ന നേരം വീടാതെ ഈ മരുമാസം തുടർന്നിടുവാൻ, വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനായകനേ, ജീവരുവാസം തുടർന്നിടുവാൻ. യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, മോദമോടെന്നും വാസിക്കും യുഗായുഗ, മോദമോടെന്നും വാസിക്കും യുഗായുഗ, വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനായകനേ, തുടർന്നിടുവാൻ. കരമുയർത്തി സ്തുതിക്ക്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതുവരെ നിന്നെ സൂക്ഷിച്ചില്ലേ, മേലിനും സൂക്ഷിക്കും. കോവിഡിന്റെ ആരംഭ സമയം വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ, സ്നേഹിതരൊക്കെ കടന്നുപോയി. അവര് മഹാഭാവികളായതുകൊണ്ട് പോയതല്ല, ദൈവം അവരെ നേരത്തെ ചേർത്ത് കൊണ്ടു. നമ്മൾ വിശുദ്ധന്മാരും നീതിമാന്മാരും ആയതുകൊണ്ട് ഇവിടെ ഇരുത്തിക്കുന്നതുമല്ല. ആമൻ, ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നതാ. ഇനിയും സൂക്ഷിക്കാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും കരുതുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാ. വീടാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ച്. അതെ, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പദം സൂക്ഷിക്കുക എന്നുള്ളതാ. സൂക്ഷിക്കുക, സൂക്ഷിക്കണം. ഇനി ഈ ലേഖനത്തിന്റെ ഒരു വിശേഷത, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ, പൊതുവിലുള്ള രക്ഷ. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ തുനിഞ്ഞെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഈ രക്ഷ എന്ന വിഷയം എഴുതാൻ തുടങ്ങിയ ആ സമയത്ത് ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. ദുരുപദേശക്കാര് അവര് കേറിയ കയറ്റത്തെ പറ്റി ഒരു മലയാള പദം നുഴഞ്ഞു കയറിയെന്ന്. അങ്ങനെ മലയാളത്തിൽ കൂടി, ഇംഗ്ലീഷൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ എങ്ങനെ? ഇപ്പം മലയാളത്തിൽ തന്നെ ഇരിക്കട്ടെ. നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞു കയറുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ബഹുമാനപ്പെട്ട ഷേണായി പാസ്റ്റർ എന്നെ ക്ഷണിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു, ടീം അംഗങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ അല്പം വൈകി വരുമെന്ന് അറിയിച്ചു. 7:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ് കൃപയാൽ ആ സമയത്ത് വരുവാനിടയായി. വണ്ടി അവിടെ നിർത്തി നടന്ന് നേരെ ഇങ്ങോട്ട് വരിക. നുഴഞ്ഞാന്നോ ഞാൻ വന്നേ? അല്ല, എനിക്കിവിടെ അങ്ങനെ വരേണ്ട കാര്യം, ഇവിടെ നല്ല എങ്ങും അങ്ങനെ നുഴഞ്ഞു ചെല്ലേണ്ട കാര്യം. എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചു, പ്രാർത്ഥിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് ഇവിടെ വന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇവിടെ ചെയ്യുക. പിന്നെ എന്റെ ആഗ്രഹം പൗലോസ് പറഞ്ഞതുപോലെ ചങ്ങല ഒഴിക മുഴുവനെണ്ണോ എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞ എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം, എല്ലാവരും വേർപാട് പാലിക്കണം, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ ഇവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് നുഴഞ്ഞു വരേണ്ട കാര്യമല്ല, നേരെ ഇങ്ങോട്ട് വന്നു. സ്തോത്രം. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ഇപ്പോഴും ചില സന്ദർഭത്തിൽ നേരത്തെ മിക്കപ്പോഴും ന്യൂസ് പേപ്പർ നമ്മൾ രാവിലെ വായിക്കുമ്പോൾ ചരമ കോളേജിന്റെ ഇപ്പുറത്തെ പേജിലും ചിലപ്പോൾ ചില ഫ്രണ്ട് പേജിലും ഒക്കെ കാണും
പലസ്തീൻ സേന നുഴഞ്ഞു കയറി. ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ കാണും പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ പാകിസ്ഥാൻകാര് നുഴഞ്ഞു കയറുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല, ഗുണം പിടിപ്പിക്കാനും ഗുണം വരുത്താനാണെങ്കിൽ അന്തസ്സായിട്ട് ഇന്ത്യ ഗേറ്റ് കൂടെ നേരത്തെ അറിയിച്ചേച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ചെന്ന് സല്യൂട്ട് സ്വീകരിച്ച് മാന്യമായിട്ട് കയറിയല്ലേ ഇന്ത്യക്ക് വരണ്ടേ. അല്ലാതെ വെള്ളയുടെ ഇടയിൽ കൂടെ ആണ്, കമ്പിവേലിയുടെ ഇടയിൽ കൂടെ. കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഓർത്തോണം, ഇവൻ ഇന്ത്യയെ ഗുണപ്പെടുത്താൻ വരുന്നതല്ല, ഇന്ത്യയെ തകർക്കാൻ വരുന്നതാണ്. അപ്പോൾ എന്തു വില കൊടുത്തും അതിനെ നേരിടണം. ആഭ്യന്തരം സുസജ്ജമായിരിക്കണം. എന്റെ ഭാഷ പറഞ്ഞ വ്യോമസേനയും കരസേനയും നാവികസേനയും സകല സേനയും സുസജ്ജമായിരിക്കണം. നുഴഞ്ഞു വരുന്നവനെ അന്നേരം പിടികൂടണം. ഇതുപോലെ പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. നുഴഞ്ഞു വന്നിരിക്കുന്ന 3-ാം വാക്യം വായിച്ചേ. 3-ാം വാക്യം ചടിയടാന്ന് വായിക്കണം. രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ഓഫാക്കരുതെന്ന്. അബദ്ധരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ? അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ പദം നുഴഞ്ഞു വന്നെന്ന്. അപ്പൊ ഈ സഭയ്ക്കകത്ത് ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞാ കയറിയത്. ഇപ്പൊ അങ്ങനെ ധാരാളം ദുരുപദേഷ്ടക്കന്മാരുണ്ട്. വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്, വേറൊരു സുവിശേഷം പറയുന്നവരുണ്ട്, വേറൊരു ആത്മാവിന് വിധേയപ്പെട്ടു പോകുന്നവരുണ്ട്. നാളെ ഒരാളോട് ദൂത് പറയുന്നു. പുള്ളിയുടെ പ്രായം ദൈവാത്മാവ് പറയാ 45. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഷുഗർ കൂടിയെന്ന് തോന്നുന്നു. കാരണം ഓർമ്മക്കേട്. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഡൗട്ടാ. 45 നിങ്ങൾക്ക് സ്തോത്രം. അതെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒത്തിരി കൊണ്ട് പറയാം. അപ്പൊ ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ആൾക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. വീട് തരുന്ന ചിലക്ക് പ്രസംഗം അതാ, വീട് തരുന്ന യേശു, വണ്ടി തരുന്ന യേശു, വിദേശത്ത് അയക്കുന്ന യേശു, കടം മാറ്റുന്ന യേശു, കാശ് തരുന്ന യേശു. യേശുവിനെ അറിഞ്ഞാൽ ഇതൊന്നും കിട്ടുകയല്ലെന്നൊന്നും അല്ല വാദം. അതല്ല മെയിൻ വിഷയം. സ്തോത്രം. നിന്റെ പാപം പരിഹരിച്ച്, സ്തോത്രം, നീ ഒരു ദൈവ പൈതലായി തീരണം. നീ രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. പിന്നെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നോളും. TPM-കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവർ വേണേ ഒരു ശീലി പാടിക്കോ, എടുത്ത് പാടാൻ വയ്യ, അതുകൊണ്ടാണ് നിങ്ങളൂടെ പാടാൻ പറഞ്ഞത്. ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ, ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ, ആനന്ദമേ ക്രിസ്ത്യൻ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ, ആനന്ദമേ ക്രിസ്ത്യൻ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനീയരക്കേകിയ നന്മകൾ എന്തികയാൻ പകരം പര
ആശ്വാസമുണ്ടീ പാതയിൽ. ആനന്ദമേ ക്രിസ്ത്യൻ ജീവിതം, ആശ്വാസമുണ്ടീ പാതയിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുക. പത്രോസ് പറഞ്ഞ പദം നമുക്ക് മനഃപാഠമാ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല നിനക്ക് ദാനം ചെയ്തിരിക്കുക. ഞാൻ ആ വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്, ഷേണായി പാസ്റ്ററെ, നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചത് ബോധക്കേട് പിടിച്ച ദൈവം അല്ലെന്ന്, നല്ല ബോധമുള്ള ദൈവമാണ്. സ്തോത്രം. നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം, നിനക്ക് ശക്തി ഇല്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം സർവശക്തനാ. നിനക്ക് കഴിവില്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാ. നീ അപ്രാപ്തനാണെങ്കിലും നിന്നെ വിളിച്ച ദൈവം പ്രാപ്തിയുള്ള ദൈവമാ. നിനക്ക് കഴിവ് സാമർഥ്യമൊന്നുമില്ലെങ്കിൽ വിളിച്ച ദൈവം ഉന്നതനായ ദൈവമാ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോടാ കൂടുതലും പറഞ്ഞത്. പെന്തിക്കോസുകാരനെ പറഞ്ഞ് ചുമ്മാ കരഞ്ഞും കൂവി നടക്കരുത്, നല്ല തളിപ്പുറത്ത് വെടി പോലെ നടന്നോണം. എവിടെ പോവാന്ന് ചോദിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറയണം. എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടാ? എന്തുകൊണ്ട് വിശേഷം? നിന്റെ കൂടെ ഒരു ചെള്ളു പോലും വരികയല്ല പ്രാർത്ഥനയ്ക്ക്, പിന്നല്ലേ നിന്റെ മാപ്പിള വരുന്നത്. ഒരു ചെള്ളു പോലും. സ്തോത്രം. അല്ല, ഉഷാറോടെ നിന്നോണം. സ്തോത്രം. യോഗമൊക്കെ കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ചുമ്മാ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞാൽ പടക്കുതിര പോകും പോലെ പോകണം. അത് കാണുമ്പോൾ തന്നെ മറ്റവന് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് തള്ള 3 നില തിരുന്നാ പോയി ഇതാണ്ട് പക്കി പറക്കും പോലെ. യോഗം കഴിഞ്ഞ നല്ല അജമാംസ രസായനം കഴിച്ച പോലെ വേണം വീട്ടോട്ട് പോകാൻ. അല്ല, കഞ്ചാവ് അടിച്ചേച്ച് പോകും പോലൊന്നും. സ്തോത്രം. റോഡിൽ കൂടെ പോകുമ്പോൾ ഈ പിള്ളേരൊക്കെ കഞ്ചാവ് അടിച്ച് പിള്ളേർ ദൈവമേ അവരെ രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരോട് സുവിശേഷം പറയാനുണ്ട്, രക്ഷിക്കട്ടെ. അതിപ്പം പഠിതിയൊക്കെ അങ്ങനെ ഇട്ടില്ല. യാതൊരു യമക്കളങ്ങനെ നല്ല പടക്കുതിര പോകും പോലെ പോകണം. നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്. ജീവന് ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം ദാനം ചെയ്തെന്ന്. നിനക്ക് പരിജ്ഞാനമില്ല, പക്ഷെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്. നിനക്ക് കഴിവില്ല, വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാണ്. അവിടുന്ന് നിന്നെ പുലർത്തും. നിന്നെ മാത്രം നിന്നെ സന്തതിയെ പുലർത്തും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്ന്. സ്വർഗത്തിലെ ദൈവം കഴിവുള്ളത്. ഇന്ന് രാത്രി നിരാശയോടെ ഭാരത്തോടെ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഉപേക്ഷിക്കത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കണ്ടെന്ന് അരുളി ചെയ്ത നസ്രായനാകുന്ന യേശു ക്രിസ്തു നിന്നെ പുലർത്താൻ വിശ്വസ്തൻ. അതെ, ഓടിച്ചു പോകാം. അപ്പൊ യൂദ ഈ ലേഖനം എഴുതാൻ കാര്യം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ ആരംഭിച്ചെങ്കിലും എഴുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി രക്ഷയെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. പൊതുവിലുള്ള രക്ഷ ഇടയ്ക്ക് കയറി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയല്ല. പള്ളി പണിത് കൊടുത്തത് കൊണ്ടോ, പള്ളിക്കടുത്ത് വീട് വെച്ചത് കൊണ്ടോ, കുരിശുത്തൊട്ടി പണിത് കൊണ്ടോ, പെന്തിക്കോസ് ഹോള് പണിതത് കൊണ്ടോ, ഹോള് പണിയാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഹോളിനകത്ത് 5 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, പുൽപ്പിറ്റ് കൊണ്ട് കൊടുത്തത് കൊണ്ടോ, ഉപദേശിമാർക്കും അച്ഛന്മാർക്കും എല്ലാം ചാപ്പാട് കൊടുത്തത് കൊണ്ടോ, അച്ഛന് ലോഹ തയ്പ്പിക്കാൻ 8 മീറ്റർ വെള്ളത്തുണി കൊടുത്തത് കൊണ്ടോ, എനിക്ക് അന്ന് ഒരു 4-5 മീറ്റർ തരണം, ഇതൊക്കെ ഉള്ളത് കൊണ്ട്. അല്ലാതെ കുഴപ്പമല്ല, തന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. നീ പാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ടോ, പാസ്റ്റർ ആയതുകൊണ്ടോ, പാസ്റ്ററുടെ മോൻ ആയതുകൊണ്ടോ, വല്യപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ, കോട്ടയം സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ, സഭയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടോ, പുള്ളിയുടെ ഭാര്യ നിനക്ക് അച്ചത്തിലായിപ്പം ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്, മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്.
ഭംഗമില്ലാതെ പരമോന്നതനായുലകിൽ ഭംഗമില്ലാതെ പരമോന്നതനായുലകിൽ എങ്ങും നിറഞ്ഞു മരു പരാപരനായ വിളമ്പു മരു മംഗളം ദേവദേവ പ്രതിദിനവും മംഗളം ദേവദേവന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. അതുകൊണ്ട് പുണ്യപ്രവൃത്തി നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ യേശു രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ രക്ഷ എന്ന വിഷയം എഴുതാനായി യൂദ തുടങ്ങി. പക്ഷെ എഴുത്താരംഭിച്ചപ്പോൾ രക്ഷയെ പറ്റി അത്യാവശ്യം ദുരുപദേശത്തിന്, അതായത് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒന്ന് ആട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു 10 മണി വരെ നിൽക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നിന്നാൽ നിങ്ങൾ ചിലപ്പം ഇരുന്നും തന്നെന്ന് വരാം. പിന്നെ പോകുമ്പോൾ നിങ്ങൾ പറയും അത്രയും സമയം ഇവിടെ കൊണ്ടൊരു കാര്യവും ഉള്ളതല്ല. എന്നിരുന്നാലും നിങ്ങൾ പറ, വെളിയിൽ നിൽക്കുന്ന സഹോദരൻ മരിച്ചവരുടെ സമയം എടുത്തോട്ടെ. അവിടെ അവിടെ എന്നാ ഇച്ചിരി അല്ല, ഇച്ചിരി എടുക്കാൻ പോവാ ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, പൊതുവിലുള്ള രക്ഷ ഇത് എഴുതുവാൻ അങ്ങോട്ട് തുനിഞ്ഞെങ്കിലും ദുരുപദേശത്തിന് ഖണ്ഡനം നടത്തി. അതാണ് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അതിന്റെ തെളിവുകളൊക്കെ ധാരാളമുണ്ട്. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. എടുത്ത കുറുവാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരി. പിന്നെ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. ആദാം മുതൽ അങ്ങനെ വായിക്കും. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. യൂദ പറഞ്ഞിരിക്കുന്നത് ഏഴാമൻ ഹാനോക്ക് പ്രവചിച്ചെന്ന. അങ്ങനെ ആ വാക്യത്തിന്റെ 2 വാക്യം കൊണ്ട് ചേർത്ത് പറഞ്ഞാൽ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദ രേഖപ്പെടുത്തി. ഇനി ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഏഴാമനായ ഹാനോക്ക് എന്ന അങ്ങനെ പഠിത്തത്. എങ്ങനെ ഏഴാമനായ ഹാനോക്ക്? അതിനെ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ഏഴാമൻ ഹാനോക്ക് ഉറക്കെ പറഞ്ഞു. ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ആറാം മുതൽ 7-ാം ഹാനോക്ക് എന്ന് അവിടെ ഒരർത്ഥം. ഇനി വേറൊരർത്ഥം, ഹാനോക്ക് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ഹാനോക്കുണ്ട്. ഇല്ലേ? ഉണ്ട്. ഞാൻ ആ ഭാഗമെല്ലാം കൂടെ ധ്യാനിച്ചപ്പോൾ ഒരു 4 ഹാനോക്കിനെ കണ്ടു. ഒന്നാമത്തെ ഹാനോക്ക് നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ ഏഴാമനായ ഹാനോക്ക്. വേറൊരു ഹാനോക്കുണ്ട്, 3-ാമൻ ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആദാമിന്റെ മകനാകുന്ന കയീന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. വായിച്ചേ ആ കണ്ണിക താഴെ, ആ കണ്ണിക തുടങ്ങുന്നിടത്ത്. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധി വിട്ടുപുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്ത് കയ്യിന്റെ ഭാര്യയുമായിട്ട് ജീവിച്ചു. ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേര് ഹാനോക്ക്. ഹാനോക്ക് ഹാനോക്ക് ഇത് 3-ാമൻ ഹാനോക്ക്. ആദാമിന്റെ മകനാകുന്ന കയീന്റെ മകൻ ഹാനോക്ക്, അത് 3-ാമൻ ഹാനോക്ക്. യൂദായുടെ ലേഖനത്തിൽ 7-ാമൻ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്. അത് പഴയ നിയമകാലമല്ലേ, ബഹുഭാര്യത്വമുള്ള കാലമാണ്. അബ്രഹാമിന്റെ സാറായല്ലാത്തൊരു ഭാര്യയായിരുന്നു കെതൂറ. ആ കെതൂറയ്ക്ക് ജനിച്ച മക്കളിൽ ഒരുവനാണ് മിദ്യാൻ. 4-ാമത്തവൻ മിദ്യാൻ. ആ മിദ്യാന്റെ 3-ാമത്തെ പുത്രന്റെ പേര് ഹാനോക്ക് എന്നാ. നിങ്ങൾ വായിച്ചേ.
തിട്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചു, തിട്ടമില്ലെങ്കിൽ ഞാൻ വാക്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാം വേറൊരു ഭാര്യയായ കെതൂറായുമായിട്ട് ജീവിച്ചു. അവൾ സിമ്രാൻ, യൊക്ഷൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ശൂവക് എന്നിവരെ പ്രസവിച്ചു. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ട് സഹോദരൻ. മിദ്യാന്റെ പുത്രന്മാർ അപ്പൊ 4-ാമത്തെ പുത്രനാണ് മിദ്യാൻ. ആ മിദ്യാന്റെ പുത്രന്മാരുടെ പേരാണ് 4-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. മതി. അപ്പോൾ മിദ്യാന്റെ 3-ാമത്തെ പുത്രനാകുന്ന ഹാനോക്ക്, അത് വേറൊരു ഹാനോക്ക്. ദൈവത്തിന് മതം. അപ്പോൾ യൂദായുടെ ലേഖനത്തിൽ ആദാം മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ 7-ാമൻ ഹാനോക്ക്, ആദാം മുതൽ 3-ാമൻ ആദാം, കയീൻ, ഹാനോക്ക്, 3-ാമൻ ഹാനോക്ക്. ഉൽപ്പത്തി 4:16. ഇവിടെ ഉൽപ്പത്തി 25-ൽ അബ്രഹാമിന്റെ ഭാര്യയാകുന്ന കെതൂറയുടെ 4-ാമത്തെ പുത്രനാകുന്ന മിദ്യാന്റെ 3-ാമത്തെ പുത്രൻ ഹാനോക്ക്, അത് 3-ാമൻ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്. അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ മൂത്ത പുത്രനാകുന്ന രൂബേന്റെ ആദ്യത്തെ പുത്രന്റെ പേര് ഹാനോക്ക്. വായിച്ച് ഉൽപ്പത്തി 46:9. രൂബേന്റെ പുത്രന്മാർ മതി. രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പോൾ അത് വേറൊരു ഇപ്പൊ തന്നെ എത്ര ഹാനോക്കായി? പണ്ടൊരു അമ്മ പറഞ്ഞ പോലെ, ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ, ഇവിടെ യൂദാ കൊടുത്തിരിക്കുന്നത് 7-ാമനാകുന്ന ഹാനോക്ക്. അപ്പൊ 7-ാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം 3-ാമൻ ഹാനോക്ക് അതിന്റെ പുറകിൽ ഉണ്ട്. ഈ ആദമിന് 2 വംശമാണല്ലോ ആദമിൽ നിന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞ കൊണപ്പെട്ട വംശവും കൊണപ്പെടാത്ത വംശവും. കൊണപ്പെട്ട വംശത്തിലെ 7-ാമനാണ് ഹാനോക്ക്. കൊണപ്പെടാത്ത വംശത്തിലെ 3-ാമനാണ്, അത് വേറൊരു ഹാനോക്ക്. കാരണം അബ്രഹാമിന് ആദാമിന് ഗുണപ്പെടാത്തവനാ കയീൻ. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന കയീൻ ദുഷ്ടൻ എന്നുള്ളവനെന്നാ, അപ്പൊ ഗുണം വരാത്തവനാ. അവനൊരു മകനുണ്ടായി ഹാനോക്ക്. ആ വാക്യം വായിച്ച ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് ചടികടാന്നിനി വാക്യം വായിക്കണം. വായിച്ചോ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്ത വാക്യം, ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അപ്പൊ ഇത് 3-ാമൻ ഹാനോക്ക. വായിച്ചു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അപ്പൊ ഈ പട്ടണം ആര് പണിതു? കയീൻ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. മോന്റെ പേരിട്ടു. അപ്പൻ സൂത്രശാലിയ. അപ്പന്റെ കുബുത്തി മോന്റെ പേരിനാൽ ഈ പട്ടണം അറിയപ്പെടണം. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിലല്ലേ പറയും. തങ്കച്ചന്റെ സഭ, ബാബുവിന്റെ സഭ, ചിന്നമ്മയുടെ സഭ, ബേച്ചാന്റെ സഭ, തമ്പിച്ചാന്റെ സഭ, അനീഷ് കാവാലത്തിന്റെ സഭ. ഇവിടെ സഭ കർത്താവിൻ്റെതാണ്. ഇവിടെ തമ്പിയും അനീഷും ബേബിച്ചനും പാപ്പച്ചനും ആരും രക്തം ചീന്തിയിട്ടില്ല. സഭയ്ക്ക് വേണ്ടി രക്തം ചീന്തിയത് യേശുവാ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയാം. ആൾക്കാരുടെ പേരില്ല കഴിവിന്റെ അല്ല. ഇങ്ങനെ പറഞ്ഞു, ബേബിച്ചാനും ഒക്കെ കൂടി വരുന്ന സഭയിലാ ഞങ്ങള്. അല്ല, ബേബിച്ചാന്റെ സഭ ബേബി ഇളകും. ഒന്നാമത് അവൻ ഇളകിയിരിക്കുക. അതുകൊണ്ട് കൂടെ ബേബിയുടെ സഭയിൽ നിന്നൊന്നും കയറി. സഭ ദൈവത്തിൻ്റെ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. ഇതിനെങ്ങനെയാ ബേബിക്ക് സഭ വരുന്നേ? സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് ക്രിസ്തുവാ. ചിന്തിക്കല്ലോ ചിന്തിക്കല്ലോ ചന്തം ചിന്തും ചന്തം ചിന്തും സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു. സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞു.
വീണ്ടെടുത്തു എന്നെയും എന്നെയും ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി അരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കയീൻ സൂത്രബുദ്ധിക്കാരനായതുകൊണ്ട് മകൻ ഹാനോക്കിന്റെ പേര് പട്ടണത്തിന്. അപ്പന്റെ ചിന്ത ഇത്ര ഉള്ളൂ, മോന്റെ പേരിനാൽ പട്ടണം അറിയപ്പെടണം. സൂത്രബുദ്ധിയ. പക്ഷെ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഈ പേരും പട്ടണവും പ്രശസ്തിയൊക്കെ എത്ര നാള് നീണ്ടു നിന്നു? ഒറ്റ വാക്ക് പറയാം, വെള്ളപ്പൊക്കം വരെ. ദൈവം തമ്പുരാൻ മേളിലത്തെ ഉറവയും തുറന്നു, താഴത്തെ ഉറവയും കൂടെ തുറന്നപ്പോ അവന്റെ പേരും പോയി, പട്ടണവും പോയി, സ്ഥാനം പോയി, മാനവും പോയി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ദൈവമക്കളോടൊരു കാര്യം പറയാം. നീ സൂത്രത്തിൽ കസേര പിടിച്ചാൽ അധിക നാൾ ഇരിക്കുകയില്ല. നീ തന്ത്രത്തിൽ എന്തേലും സ്ഥാനമോ മാനമോ നേടിയാൽ അത് ശുഭമാകുകയില്ല. നാടൻ ഭാഷ പറഞ്ഞ് ഈ കോതുകാല് വെച്ച് കുതികാല് വെട്ടി ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് എന്തേലും നേടിയെടുത്താൽ നിലനിൽക്കത്തില്ല. ദൈവം നിന്നെ ഉയർത്തണം. അയ്യോ, സൂത്രത്തിൽ പലതും സമ്പാദിച്ചവരെയൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ചിലരുടെ പേരിപ്പം ഇല്ല. അതാരെ അവിടെ കിടന്ന് ആടുന്നല്ലാതെ ആളിപ്പം പണ്ടേ നിങ്ങൾക്കറിയാം, വിശേഷിച്ച് കുട്ടനാട്ടിൽ സാധുക്കളാകുന്ന ആൾക്കാരെ നല്ലതുപോലെ പണി കെടുപ്പിച്ച് കന്ന് പണിയും പോലെ പണിത് 8 കെട്ടും 16 കെട്ടും പടിപ്പുരയും ഒക്കെ പണിത വീരന്മാരുണ്ടായിരുന്നു. ജോലി ചെയ്താൽ കൂലി പോലും കൊടുക്കുകയില്ല. മുറ്റത്ത് കയറാനൊക്കത്തില്ല. വെല്ലുമച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറ്റത്ത് അറവാ ചെന്ന ദൂരെ കുഴി കുടിക്കും, കുഴിക്കകത്ത് ഇല കൂട്ടി വെക്കും, അതിനകത്ത് ആ കഞ്ഞി. സ്തോത്രം. ഇപ്പൊ അങ്ങനെയുള്ള 8 കെട്ടും കാണാനില്ല, 16 കെട്ടും ഇല്ല, 32 കെട്ടും. സൂത്രത്തിൽ കൊണ്ടുവരുന്നതൊന്നും ശുഭമാകത്തില്ല. അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന സമയം പോയെന്നാലും ഒരു പാട്ടൂടെ പാടാം. സാറ് പാടിയതാ. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ. ചേർത്തു കൂട്ടിയിട്ടാതനങ്ങളിൽ മേൽ പൊരുന്നിരുന്ന യവ ഇരിഞ്ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്നാർത്ത ആദനെ. ചേർത്തു കൂട്ടിയിട്ടാതനങ്ങളിൽ മേൽ പൊരുന്നിരുന്ന യവ ഇരിഞ്ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്നാർത്ത ആദനെ. എന്ന വിട വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടുവാൻ ചതിരുവാൻ. എന്ന വിട വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടുവാൻ ചതിരുവാൻ. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം മാമോൻ കുട്ടികളെന്നാ. മാമോന്റെ കൊച്ചുങ്ങള് വിവരിക്കുന്നില്ല, പോട്ടെ. അപ്പൊ അപ്പൻ സൂത്രത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കി. വെള്ളപ്പൊക്കം വരെ ഉള്ളായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാ, സൂത്രത്തിൽ നീ ഒന്നും സമ്പാദിക്കരുത്.
ചേട്ടനും അനിയനും വസ്തു ഭാഗോടമ്പടി ചെയ്യുമ്പോൾ അനിയന് കൊടുക്കേണ്ടത് കൃത്യം കൊടുക്കണം, ചേട്ടന് കൊടുക്കേണ്ടത് കൃത്യം കൊടുക്കണം. പെങ്ങൾക്കുള്ളതുണ്ടെങ്കിൽ അത് കൊടുക്കണം. നീ സൂത്രം ഉണ്ടാക്കി മേടിച്ചാൽ നിനക്കും ഗുണമാകുകയില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കും ഗുണം. നീ കള്ളയാധാരം ഉണ്ടാക്കരുത്. മേരിയേ, മേരിയോട് സകല കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പൻ ഊർത്തശ്വാസം വലിച്ച് ഇങ്ങനെ കിടന്നപ്പോ തള്ളവരിൽ വെച്ച് അമുക്കി ശരിയാകുകയല്ല. ഇടപാടൊക്കെ തീർത്തോണം. സക്കായി പറഞ്ഞ പോലെ ആയിരിക്കണം. ആരോടേലും വല്ലത് ചതിവായിട്ട് യോഗം നടത്താന്നാണോ, അതോ ഹോള് പണിയാന്നാണോ? 4 ഇരട്ടി അതാ മാനസാന്തരം. ഇടപാടുകളൊക്കെ തീർക്കണം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആരുടെയും വഞ്ചിക്കരുത്, ചതിക്കരുതെന്ന്. സൂത്രം ഒപ്പിക്കരുത്. സൂത്രം ഒപ്പിച്ചാൽ നിനക്കും ഗുണമാകുകയില്ല, സന്തതിക്കും. നിങ്ങളൊക്കെ ദൈവമേ ഒന്ന് ബലപ്പെടാന്ന് ഓർത്ത് വന്നപ്പോൾ അയാൾ രാഗി അലച്ചാ. രാഗി അലച്ചതല്ല, രാഗ കിട്ടാതിരിക്കാനായി പറയുന്നത്. അവൻ അറിഞ്ഞു കുത്തി പ്രാകരുത്. നീ നിന്റെ സന്തതി ഭൂമിയുള്ള കാലത്തോളം ഗുണം പിടിക്കലെന്ന് അവിടെ നിന്ന് പ്രാകരുത്. കാരണം കൂടാതെ പ്രാക്ക് കേൾക്കുകയായിരുന്നു. അപ്പൊ കാരണം ഉണ്ട്, സൂക്ഷം കേൾക്കും. അതിന് ബാംഗ്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും കോട്ടയത്ത് നിന്ന് ആളിനെ ഇറക്കിയാലൊന്നും ജാപം പോവുകയല്ല. അവരവിടെ നിന്ന് തേണ്ട വരുന്നു പിടിച്ചോ മേരി എന്ന് പറഞ്ഞ് നിന്നെ തള്ളിയിടും. അവര് കാറെ കയറിപ്പോ നീ അവിടെ മലന്ന് കിടക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ അന്യായമായിട്ടൊന്നും നിന്റെ കൈ വരരുതെന്ന്. വീട്ടിൽ ജോലിക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെ വളിച്ചതും പുളിച്ചതും കഴിക്കാൻ കൊടുക്കരുത്. പിടിച്ചിനകത്ത് 5 ദിവസം വരുന്ന ഇനി വീട്ടുകാർക്ക് ആർക്കും വേണ്ട. അന്ന് തറ തുടയ്ക്കാൻ വരുന്ന തങ്കയ്ക്ക് കൊടുത്തേരും. തങ്കേ, നീ പോകാൻ നേരത്താണ്ടാ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കീറിയ സാരി കൊടുക്കരുതെന്ന്, നല്ല സാരി കൊടുക്കണം. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും 10 സെന്റ് 1 or 2 ഏക്കറുള്ള ആൾക്കാരുള്ളവര് 10 സെന്റ് കൊടുക്കുക. എന്നാൽ വഴിയുള്ളിടത്തേ കൊടുക്കാവുള്ളൂ. അവന് വഴിയില്ലാതെ അവൻ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയാൽ മറ്റവന്റെ കമ്പി വലിയേക്കുള്ളൂ. അതിന് അവൻ ഇങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ? ഞാൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയും. ഇപ്പം മഴയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. വറവിന്റെ സമയത്ത് വെള്ളമില്ല, അപ്പുറത്തെ വീട്ടിൽ വെള്ളമില്ല. നിന്റെ കിണറ്റിൽ ഈ കോട്ടയം ഭാഷ പറയാം 5 അരിഞ്ഞാണം വെള്ളമുണ്ട്. അരിഞ്ഞാണമെന്നല്ലേ പറയുന്നത്? അപ്പുറത്തുകാർക്ക് വെള്ളമില്ല, നിന്റെ കിണറ്റിൽ വെള്ളമുണ്ട്. അവർക്കൂടെ വെള്ളം കൊടുക്കണം, കുടിവെള്ളം. അല്ല 4 വശവും മതിൽ പൊക്കി കെട്ടി വലിയ ഗേറ്റ് വിട്ട് വാല് മുറിച്ച് 2 പട്ടിയെ തുറന്ന് വിട്ടു. പട്ടി അവിടെ മതിലിന്റെ അവിടെ അവൻ അന്തം വിട്ടു പോവാ. അവൻ ചിന്തിച്ച് പട്ടി കടിച്ച് ആകുന്നില്ല നല്ലത് വെള്ളം കുടിക്കാതെ. അവനോട് വിളിച്ച് പറയണം, നിങ്ങൾ വന്ന് ഹിന്ദുക്കളോ മുസ്ലിം ആരുമാകട്ടെ മനുഷ്യരല്ലേ, ഇങ്ങോട്ട് വെള്ളം കോരിക്കൊണ്ട് പോകാൻ പറയണം. എന്റെ അഭിപ്രായം, മോട്ടർ ഉണ്ടെങ്കിൽ ഒരു പൈപ്പ് മോട്ടർ അടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തേക്കണം. നിങ്ങളുടെ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറയണം. ഇത് വെള്ളം കൊടുക്കുകയില്ല, ഗുണം കൊടുക്കുകയില്ല. ഇത് സന്ധ്യ ആകുമ്പോ തമ്പേർ വെച്ചടിക്കുക. ദേശമെല്ലാം ഉണർന്നിടൂ, നിന്നെ മെറ്റിൽ പെറുക്കി എറിയും. നീ ഗുഡ് ന്യൂസ് കൊടുക്കുക. സുവിശേഷ വിരോധികൾ ആനത്താനത്ത് പോടാ. ആനത്താനത്ത് വിടാ സുവിശേഷ വിരോധി. ഇവിടെ ഒരു സുവിശേഷ വിരോധിക്കില്ല. നീ മാന്യമായിട്ട് ഇടപെട്ടെ, അവൻ നിന്റെ കൂടെ വരും. അവനും വന്ന് നിന്റെ കൂടെ മുഴങ്കാലം അടക്കി ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ദൈവം വിശ്വസ്തനല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ? ചക്ക ഉണ്ടെങ്കിൽ അത് ഒന്നാമത് നിനക്ക് കഴിക്കാൻ. ഈ പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പൊ അങ്ങനെ മിക്കവർക്കും ചക്ക മുറിക്കാനോ അത് ചകണി കളയാനൊന്നും. അമ്മ ചക്ക ഈ ആണ്ട് ഞാൻ ചക്കയൊന്നും കഴിച്ചില്ല. എന്നാ ആര് അടത്തിപ്പിറക്കി? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിനക്ക് കഴിക്കാൻ മേല. കഴിക്കാൻ ആക്കമുള്ളവരുണ്ട്, അവരോട് പറയണം 2 ചക്ക ഇട്ടുകൊണ്ട് പോക്കോളാം. ഇതാ ചക്ക പഴുത്ത് വീണ് അവിടെ കിടന്ന് നശിച്ചാൽ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എന്നിട്ട് ഞായറാഴ്ച സിയോൻ കിതാബലിയും ബൈബിളുമായിട്ട് ഓടുക. എങ്ങോട്ട് പോവുക? ആരാധനയ്ക്ക്. നിന്നെ ഗുണം ചെയ്യുന്ന സ്തോത്രം, ഗുണം ചെയ്യേ. ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ഹാനോക്ക്, 3-ാമൻ ഹാനോക്ക് ഗുണപ്പെട്ടവനല്ല. ഇവൻ കയീന്റെ സന്തതിയാ, ഗുണം വന്നവനല്ല. എന്നാൽ 7-ാമനായ ഹാനോക്ക് ഗുണപ്പെട്ടതാ.
അത് ആദാമിന് 2 വംശമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിലെ ഒന്നാമത്തെ വംശമാണ് ആദാം, കയീൻ, ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ ഈരാദ്. വായിച്ചോ പെട്ടെന്ന്. ഈരാദ്. ഇനി ഈരാദിന്റെ മകൻ മെഹൂയേലിനെ ജനിപ്പിച്ചു. പിന്നെ മധൂശലേഖനെ ജനിപ്പിച്ചു. ലാമെക്ക്. അപ്പൊ ആദാം, കയീൻ, ഹാനോക്ക്, ഈരാദ്, മഹൂയേൽ, മധൂശലേഖ്, ലാമക്ക്. 7 ലാമക്ക്. അത് കൊണപ്പെടാത്ത വംശം. ഇനി കൊണപ്പെട്ട വംശത്തിലെ 7 ഹാനോക്ക്. യൂദായുടെ ലേഖനത്തിലെ 7 ഹാനോക്ക്. അത് ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഗലേൽ, യാരദ്, ഹാനോക്ക്. അത് കൊണപ്പെട്ടത്. അപ്പൊ ഓടിച്ച് പറയാം, ഈ കൊണപ്പെട്ടവനെക്കായാലും കഴിവ് ഗുണപ്പെടാത്തവനാ. നിങ്ങളെല്ലാ മേഖലയും എടുത്തേ. ഞാൻ ഗുണപ്പെട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ചവരെ ഉദ്ദേശിച്ച് ആ ഗുണപ്പെട്ടെന്ന് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അല്ലേ പ്രശ്നമാകും. ഗുണപ്പെട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഗുണപ്പെട്ടെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണ് ഗുണപ്പെട്ടെന്ന് എൻ്റെ ഭാഷയിൽ പറയുന്നത്. അപ്പൊ ഗുണപ്പെട്ടവനേക്കായാലും കഴിവ് ഗുണപ്പെടാത്തവനാ. ഉദാഹരണമാണ്. ഞാനും ഈ സഹോദരന്മാരും ഒക്കെ പാട്ട് പാടുന്നുണ്ട്. എന്നെ അങ്ങ് ഒഴിവാക്കി പലരും. ഞാൻ പാടുകയല്ല. ഇന്നാളൊരു അമ്മ പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്തിനേ കാറുന്നേ. ഞാനടുത്ത് അമ്മ പാടുന്നെന്ന് പറയുക വന്നാ. അപ്പൊ അമ്മ പറഞ്ഞു, എന്തിനാ എൻ്റെ അടുത്ത് കാറുന്നേ എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ അത് ശരിയാ, കാറുക. പക്ഷെ കൃപയിൽ ശരണപ്പെട്ട് പറയട്ടെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വരുവാൻ ദൈവം ഭാഗ്യം നൽകി. പക്ഷെ എന്നേക്കാ നന്നായിട്ട് പാടുന്ന, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ നന്നായിട്ട് ഉദാഹരണമാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായ ഗാനഗന്ധർവന യേശുദാസ്. അദ്ദേഹം അപാര കഴിവാ, അസാധ്യ കഴിവാ. നമുക്ക് ഞാൻ പറയണ്ടല്ലോ, ഗാനഗന്ധർവന. ഈ 80 വയസ്സിലും അങ്ങേര് രാഗം വിസ്തരിക്കുന്ന കേട്ടാ നമ്മുടെ ആകവാള് വെട്ടിപ്പോവും. നമുക്ക് പിന്നെ രാഗമൊന്നും അങ്ങനെ അല്ല, നമ്മൾ അധികം രാഗം പഠിക്കാതിരിക്കുന്നതും നല്ലതാ. കാരണം അങ്ങനെ പഠിച്ചാൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട പാട്ടൊന്നും ഇനി പാടത്തില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ക്രൈസ്തവരെല്ലാം പാടുന്ന ഒരു പാട്ടുണ്ട്. മിക്ക സന്ദർഭങ്ങളിൽ ആ പാട്ട് പാടും. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ. അതിൻ്റെ ട്യൂണും രാഗവും ഞാൻ പറഞ്ഞാൽ ഇനി ചിലർ ആ പാട്ട് അത് വേറൊരു പാട്ടിൽ നിന്ന് കടമെടുത്തതാ. അത് വേണമെന്ന് ഒരു വരി പാടട്ടെ. അത് പാടിയ ഇനി മറ്റേ പാട്ടിൽ നീ പാടുകയല്ല, അതും പാടണം. വിഘ്നേശ്വര നമസ്തേ നമോസ്തുതേ, വിഘ്നേശ്വര നമസ്തേ. അതിന്റെ ട്യൂണാ. നിങ്ങൾ പറയായിരിക്കും പുള്ളിക്ക് ബന്ധനങ്ങളുണ്ട്, ഇതുവരെ അഴിഞ്ഞിട്ടില്ല. വിട്ടേര്. അപ്പൊ എന്തായാലും ഗാനഗന്ധർവനായ യേശുദാസ്, അദ്ദേഹം അസാധ്യ കഴിവാ, അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന ആ വിധത്തിൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലുള്ള ആളല്ല. അദ്ദേഹം നല്ല മനുഷ്യനാ, ഗാനഗന്ധർവനാ. എന്നാൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമുക്ക് രാഗവും ഇല്ല, ട്യൂണുമില്ല, താളവും ഇല്ല, ഒന്നും ഇല്ല. പക്ഷെ കഴിവാർക്കാ? അദ്ദേഹത്തിന്. അതാ ഞാൻ ആ വാക്യം പറഞ്ഞത്. ഗുണപ്പെട്ടവനേക്കായാലും കഴിവ് ഗുണപ്പെടാത്ത ആൾ.
ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, എന്നെയും കൂടെ പ്രതിയാ. ഞാനും എന്നെ പോലുള്ള കറുത്തുവേലക്കാരൊക്കെ വെളിനാട്ടിലൊക്കെ അവർ ക്ഷണിക്കുമ്പം അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് പ്രസംഗിക്കാനായിട്ട് സമയം തരും. ചിലർക്ക് 5 മിനിറ്റ് കൊടുക്കും, ചിലർക്ക് 10 മിനിറ്റ്, ചിലർക്ക് അവരുടെ ഇതൊക്കെ അറിഞ്ഞ അരമണിക്കൂർ, ചിലർക്ക് കത്തിച്ച 1 മണിക്കൂർ, ചിലർക്ക് 1.5. എനിക്ക് ഇച്ചിരി സമയം ചിലർ തരാറുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതുള്ളത് കൊണ്ടാണ്, അതാ പാട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളൊരു 1.5 മണിക്കൂറൊക്കെ സൂക്ഷിച്ചാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം, വീരവാദം പറ. ഞാൻ 1.5 മണിക്കൂർ അമേരിക്ക തീയായിരുന്നു. VK കൃഷ്ണമേനോൻ 8 മണിക്കൂർ കണ്ടിന്യൂ പ്രസംഗിച്ചു. അപ്പൊ ആരാ മിടുക്കൻ? സ്തോത്രം. മനസ്സിലായോ? ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനെ. കർത്താവ് തന്നെ തെളിവ് തന്നല്ലോ. ഒരു വാക്യം വായിച്ച്, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. തെളിവ് കർത്താവ് തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞില്ലേ, ലൂക്കോസ് 16:8. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട്. അടുത്തത് വെളിച്ച മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ടവർ, വെളിച്ചം യേശു ക്രിസ്തു. ആ വെളിച്ച മക്കൾ യേശു ക്രിസ്തുവിന്റെ മക്കൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അങ്ങനെ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ കണ്ടോ? വെളിച്ച മക്കളെക്കാൾ ഈ തലമുറയുടെ മക്കൾ, ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ഞാൻ ഓടിച്ചങ്ങനെ പറഞ്ഞ് വാക്യങ്ങളെല്ലാം വായിപ്പിക്കുന്നില്ല. അപ്പൊ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. ആ ഭാഗത്ത് തന്നെയുണ്ട്. ഗുണപ്പെട്ടവൻ 7-ാമൻ ഹാനോക്ക്, ഗുണപ്പെടാത്തത് ലാമക്ക്. ഹാനോക്കിനേക്കാളും കഴിവ് ലാമക്കിനാ. കാരണം അവിടെ 4-ാം അധ്യായത്തിന്റെ 19 മുതൽ വായിക്കുമ്പോൾ ലാമക്ക് 2 ഭാര്യമാരെ എടുത്തെന്ന, അങ്ങനല്ലേ? ലാമക്ക് അത് കഴിവുണ്ടായിട്ടല്ലേ? ഞാൻ ഭയത്തോടെ ബഹുമാനത്തോടെ നരച്ച തലയുള്ളത് കൊണ്ട് ഈ ബഹുമാനത്വം. ഞാനും നിങ്ങളുമെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാ. ദൈവകൃപയിൽ ഉപസമ്മതത്തിന്റെ ഉടമ്പടി വാചകത്താൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞാനും നിങ്ങളുമെല്ലാം ദൈവദാസന്മാരുടെ അധ്യക്ഷതയിൽ ദൈവം നമുക്കൊരു ഭാര്യയെ തന്നു. കർത്താവ് കൃപയനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ഞാൻ ഇനി എൻ്റെ ശൈലി പറയാ, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് നമ്മൾ ഇത്രയും നാളും, നിങ്ങൾ പറ, എന്തായാലും പറ, ഇല്ലേ? അയ്യോ, നമ്മളെക്കാൾ നീളക്കുറവ്, കഴിവ് കുറവ്, ആരോഗ്യക്കുറവ്, അങ്ങനെ പല പല അപാകത ഉണ്ടെങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച അന്നേരം ലാമക്ക് 2 എണ്ണത്തിനെ കൂളായിട്ട് കൊണ്ട് നടക്കുന്നു. അത് കഴിവുണ്ടായിട്ടല്ലേ? അപ്പൊ ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാ. അപ്പോൾ ലാമക്കിനെ പറ്റി പറഞ്ഞു, ഇവൻ ഗുണപ്പെടാത്തവൻ, കഴിവുണ്ട്. ഈ കഴിവുള്ളത് കൊണ്ട് അവന് തലമുറയുണ്ട്. യാബാല്, യൂബാല്, തൂബക്കയിൻ, പെങ്ങളും നയമ, 4 പിള്ളേര്. ഒരുത്തനാണ് കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്കും പിതാവ്. ഒരുത്തനാകുന്ന കിന്നരവും വേണവും വായിക്കുന്നവർക്കെല്ലാം തലതൊട്ടപ്പൻ. കഴിവാ, പിള്ളേരുടെ കഴിവ്. വേറൊരുത്തനാകുന്ന ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധം ഉണ്ടാക്കുന്നവർക്ക്. അപ്പൊ ഗുണ്ടായിസം, സംഗീത വാദ്യകല, സംഗീത കലയിലൊക്കെ നിപുണന്മാർ, എല്ലാം കഴിവുള്ളവരാ. എന്നാൽ അങ്ങനെയുള്ള കഴിവുകളില്ലെങ്കിൽ ഹാനോക്കിനെ പറ്റി അത് പറഞ്ഞങ്ങ് നിർത്തുക. ഹാനോക്കിനെ പറ്റി പറയുക, ഹാനോക്ക് പ്രവചിച്ചെന്ന്. ഹാനോക്ക് എന്തോ പ്രവചിച്ചു? 2 കാര്യം പ്രവചിച്ചു. ഒന്ന്, അത് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ വാക്യം വായിപ്പിക്കുന്നില്ല. ഒന്ന്, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മധൂശാലേക്ക് ജനിച്ചു. മധൂശാലേഖിന്റെ പേര് ഇവന്റെ കാലത്തിനു ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, മധൂശാലേക്ക് ജനിച്ചപ്പോൾ ഹാനോക്കിന് ഒരു വെളിപ്പാടുണ്ടായി, ഒരു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. ആ ഭയാനകമായ വെള്ളപ്പൊക്കം ഹാനോക്ക് ആത്മാവി കണ്ടു. കണ്ടപ്പോൾ ഈ ചെറുക്കൻ ജനിച്ചു, മെതൂശലേക്ക് പേരിട്ടു, ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും. ഇതാണ് 1-ാമത്തെ പ്രവചനം. 2, ഹാനോക്ക് പ്രവചിച്ചത് കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ 1000 വിശുദ്ധന്മാരോടുകൂടെ യേശു വരുന്നത് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിന്റെ 1-ാം ഘട്ടമല്ല, 2-ാം വരവിന്റെ 2-ാം ഘട്ടമാ. എന്ന് പറഞ്ഞാൽ മഹത്വ പ്രത്യക്ഷത. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത പോലും ആരും അറിയാതിരുന്നപ്പോൾ ഹാനോക്ക് 2-ാമത്തെ പ്രത്യക്ഷതയുടെ 2-ാം ഘട്ടം ആത്മാവിൽ കണ്ടു. അതാണ് 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നു.
അതാണ് വെളിപ്പാട് 1:7, വെളിപ്പാട് പുസ്തകം 19:11, തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യോ 5-ാം അധ്യായത്തിൽ കോപത്തിനല്ല എന്നുള്ള വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ 2-ാം വരവിന്റെ 2-ാം ഘട്ടം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. ഇതാണ് ഹാനോക്ക് പ്രവചിച്ചത്. ഈ 2 കാര്യം, 1 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നു, 2 വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. അപ്പൊ ഹാനോക്ക് തീരുമാനിച്ചു ഈ 2 വിഷയത്തിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുകയും ചെയ്യരുത്, വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞാനും കാണണം. അപ്പോൾ ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ ഇനി ദൈവത്തിന്റെ കൂടെ നടക്കും. 300 കൊല്ലം ദൈവത്തിന്റെ കൂടെ നടന്നു. 300 കൊല്ലം ഈ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ 2 കാര്യം ആ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. 1 വെള്ളപ്പൊക്കം കണ്ടു, 2 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വരുന്നത് കണ്ടു. ഈ 2 കാര്യം കാണുകയും അറിയുകയും ചെയ്തപ്പോൾ മനസ്സിലായി, ഇനി ഞാൻ നേരത്തെ നടന്നതുപോലെ നടക്കുന്നില്ല, ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കും. നീ നേരത്തെ നടന്ന പോലെ ഇനി നടക്കരുത്, മദ്യപിക്കരുത്, പുകവലിക്കരുത്, ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്, ഇനി ചാപ്പി കയറി കുടിക്കരുത്, അലോഗ്യം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്. നീ നേരത്തെ നടന്നതുപോലെ നടക്കരുത്. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ഞാനൊരു ദൈവ പൈതലായി നടക്കും, ഞാനൊരു ദൈവ പൈതലായി ജീവിക്കും. ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകാം, സമയം പോയെന്നറിയാം, എന്നാൽ ഒരു തീരുമാനമെടുത്ത് ഈ ഗ്രൗണ്ട് വിട്ട് നീ തിരിച്ചു വീട്ടിൽ പോകാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൂടെ 300 കൊല്ലം. അപ്പൊ നടക്കാൻ വേറൊരു കാരണം വേദപഠിതാക്കൾ പറയുന്നത്, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാൻ 3-ാമത്തെ ഒരു കാരണം ആദാമിന്റെ കഥനകഥ കേട്ടെന്ന്. ആദാമിന്റെ കഥനകഥ. ഷണൈപ്പാസ് ആശീർവാദം പറയാൻ ഒരുങ്ങിയിരിക്കാന്ന് എനിക്കറിയാം. നമുക്ക് പെട്ടെന്ന് പിരിയ. ഇനിയിപ്പോ നാളെ എന്നാ നടക്കുന്നെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇതോടെ പറഞ്ഞങ്ങ് വിടാം. കാരണം ഇത് കേട്ടാൽ ലാസ്റ്റ് കൈക്ക് ആ ഒരുത്തം ഗുണപ്പെടുന്നെങ്കിൽ, നമ്മൾ ഈ യോഗം വെച്ചതിന്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ആദാമിന്റെ കഥനകഥയെ പറ്റി പറഞ്ഞത്, ഈ ആദാം കൊച്ചുമക്കളെ എല്ലാം വിളിച്ച്, പഴയ ആൾക്കാർക്ക് പറയുന്നത് മനസ്സിലാകും, പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി കഥ. പണ്ടത്തെ അപ്പന്മാരും അമ്മച്ചിമാരും ഒക്കെ അങ്ങനെ, അമ്മച്ചിമാരും അപ്പന്മാരും ഒക്കെ അങ്ങനെ കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തി സന്ധ്യ ആകുമ്പോൾ പാട്ടോ പ്രാർത്ഥന കഴിഞ്ഞ് കഥ പറയും. കഥയെന്ന് പറഞ്ഞാൽ നല്ല കഥകളാണ്, കുട്ടിച്ചാത്തന്റെ കഥയൊന്നുമല്ല. ക്രൈസ്തവ വീടുകളിലാണ് അമ്മമാര് നോഹയുടെ കഥ പറയും, യേശു കർത്താവിന്റെ കാര്യം പറയും, അതൊക്കെയാണ്. ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് നല്ല നല്ല പുരാണ കഥകളുണ്ട്, അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ ആ പഴയ അപ്പന്മാരും ഇപ്പോഴത്തെ അപ്പന്മാരും അമ്മമാരും പിള്ളേരുമായിട്ട് അങ്ങനെ വലിയ ലോകമില്ല. തള്ളയുടെ കയ്യിലൊരു മൊബൈലുണ്ട്, കണ്ണും കടയും കാണാൻ മേലേല് ഒച്ച ഇങ്ങോട്ട് വന്നടി, ഞാൻ ഏതാണ്ട് ഞെക്കി മാറിപ്പോയി. അല്ല, നീ വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പൊ പണ്ട് ഈ പിള്ളേരെ വിളിച്ചിരുത്തി കഥ പറയും. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ ആരാ ഈ കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചിരുത്തി എന്ന് പറഞ്ഞു. ഷേത്തിന്റെയും ഏനോഷിന്റെയും ഒക്കെ പിള്ളേരില്ലേ, പിള്ളേർ ഇഷ്ടം പോലെ. വേദപുസ്തകം ചരിത്രം പറഞ്ഞത് ആദാമിന് 33 ആൺപിള്ളേരും 27 പെൺപിള്ളേരും ഉണ്ടായിരുന്നല്ലോ. 33 ആൺകുട്ടികൾ, 27 പെൺപിള്ളേർ, ഏതാണ്ട് 10-60 പിള്ളേര്. അതിന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി എമ്പടി. വാർഡ് മെമ്പർ പോയില്ല, ഞാൻ പറയാറുണ്ട്, ആദാം നിൽക്കുകയായിരുന്നു സൂട്ടബിളായിട്ട്. അപ്പൊ ഈ പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തിയ ആദാം പറയും, മക്കളെ, അപ്പൊ ഈ ഹാനോക്കും ഒക്കെ ഉണ്ട്, മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കണം, ദൈവത്തോട് ചേർന്ന് നടന്നോണം, ദൈവത്തോട് പറ്റി നിന്നോണം, ദൈവത്തിന്റെ ഒക്കെ നിങ്ങൾ പോകരുത്. അപ്പൊ ഈ കൊച്ചുമക്കൾ ബിരുദന്മാരുണ്ട്. അപ്പൊ ഒരുത്തൻ ചോദിച്ചെന്ന് പോലും, വല്യപ്പച്ചൻ ഇങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഞങ്ങളോട് പറഞ്ഞു, വല്യപ്പച്ചൻ നടന്നിട്ടുണ്ടോ? അപ്പൊ ആദാം കഥനകഥ പറഞ്ഞു, ഉണ്ട് മക്കളെ, ഞാൻ നിങ്ങളുടെ വല്യമ്മച്ചി ഏദൻ തോട്ടത്തിൽ എന്നും ദൈവമായിട്ട് ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്നു. വെയിലാറുമ്പോൾ അവിടുന്ന് വരും, ഞങ്ങളും ജോലി കഴിഞ്ഞ് ചെല്ലും, ഒന്നിച്ച് നടക്കും. അപ്പൊ കൊച്ചുങ്ങൾ ബിരുദന്മാരാ. അപ്പച്ചൻ അന്നേരം കഴിക്കാൻ വല്ലതും ഉണ്ടായിരുന്നു? അപ്പച്ചൻ പറഞ്ഞു, അയ്യോ കഴിക്കാന് മോനെ ഏദൻ തോട്ടമാണ്, അതൊക്കെ എനിക്ക് വിസ്തരിച്ചാ കൊള്ളാന്നുണ്ട്. കേരവും ജംബീരവും ഈന്തലും കരിമ്പുള്ളി പേരയും നാഗരംഗം ആതളം ആതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക എന്ന് പറയുന്ന സകല ഫലമൂലാദികൾ ഇഷ്ടം പോലെ.
അപ്പച്ച കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു. പറഞ്ഞു, എൻ്റെ മോനെ, ഒരു നദി ഇങ്ങോട്ട് പുറപ്പെട്ട് 4 ശാഖയായിട്ടാണ് പിരിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടം, കുടിക്കാനും കുളിക്കാനും ഇഷ്ടം പോലെ, യഥേഷ്ടം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, അങ്ങനത്തെ ജീവിതമാ. അന്ന് രോഗമില്ലടാ. കൊച്ചുങ്ങൾ ചോദിച്ചു, ആശുപത്രി പോയ അങ്ങനെ സംഭവമേ? ഷുഗർ ഉണ്ടായിരുന്നു അപ്പച്ച? അതെ, ചുമ്മാ ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു ദീനവും തേണ്ട. കാരണം പാപമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. പക്ഷെ മക്കളെ, ഒരു കാര്യം പറയാം. വഞ്ചകനായ സാത്താൻ വല്യമ്മച്ചിയെ വഞ്ചിച്ച് ചതിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ശേഷം എനിക്കും തന്ന് ഞങ്ങളും ഭക്ഷിച്ചു. നഗ്നരെന്നറിഞ്ഞ് ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളെ തോട്ടത്തിന് വെളിയിലാക്കി. അന്ന് മുതൽ ഈ ദുഃഖവും ഈ മരണവും ഈ മുറവിളി, ഈ കച്ചതയും ഈ ശാപവും ഈ ദോഷവും ഈ ഭീതിയും ഈ ഭയവും എല്ലാം അലട്ടി. ഈ വിയർപ്പ് കണ്ടോ? അതിന് ശേഷം ഉണ്ടായതാ. അണ്ട മുള്ളും പറക്കാരൻ കണ്ടോ? അതിന് ശേഷമുള്ളതാ. അതുകൊണ്ട് കൊച്ചുമക്കളെ, ഒരു കാര്യം പറയാ, അപ്പച്ചൻ ഇത് രണ്ടും അനുഭവിച്ചയാളാ. ദൈവത്തിന്റെ കൂടെ നടന്നപ്പോൾ അനുഭവിച്ച നന്മയും സ്വസ്ഥതയും വിടുതലും ഞാൻ അനുഭവിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഉണ്ടായ ശാപവും രോഗവും ദുരിതവും ഇത് രണ്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയാ, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടക്കണം. ഓടിച്ചങ്ങ് നിർത്തുക. കൊച്ചുമക്കൾ എല്ലാവരും ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും ഹാനോക്ക് തീരുമാനിച്ചു, ഞാനിനി ദൈവത്തിന്റെ കൂടെ നടക്ക്. 300 കൊല്ലം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. നിർത്തുക. 300 കൊല്ലം കൂടെ നടന്നപ്പോ ഒരു സുപ്രഭാതത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു പറഞ്ഞു, മോനെ ഹാനോക്കെ, നീ ഇപ്പൊ 300 കൊല്ലമായിട്ട് എന്റെ കൂടെ നടക്കുകയല്ലേ? അതെ, ഇനി നീ നടക്കണ്ട, ഞാൻ നിന്നെ എടുക്കാൻ പോവുക. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു കാര്യം വചനം ചിന്തിച്ച്, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അവൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് 2 വാക്യം പറയുക, ഹാനോക്ക് മരിച്ചില്ല, അവൻ എടുക്കപ്പെട്ടു. ഇത് ഉൽപ്രാവണം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക് നടല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു ക്രിസ്തു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു ക്രിസ്തു വീണ്ടും വരും. കൈവിടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനെ ആരാധിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ വരവിൽ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങളെ പാടുന്നുള്ളൂ, മൊത്തം പാടാൻ നേരമില്ല. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ മക്കളും. ഓ സത്യശുദ്ധ പാതയിൽ കൈയടിച്ച്, ഓ വീണ്ടെടുക്കപ്പെട്ട സർവ മക്കളും ഉല്ലാസമോചമായി സിയോനിൽ കൈയടിച്ച് ചേർന്ന്
ഭൈരവ